നമസ്കാരം. എൻ്റെ പേര് സൗമ്യ കൃഷ്ണൻ. ഈ വർഷത്തെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ റാങ്ക് 169 ഉണ്ട്. ഇതെൻ്റെ 5ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. എൻ്റെ ഓപ്ഷൻ മലയാളം ലിറ്ററേച്ചറാണ്. 4ാമത്തെ അറ്റംപ്റ്റിൽ മുതൽ ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തു. അങ്ങനെ ആദ്യത്തെ മെയിൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാസം ടൈമിനുള്ളിലാണ് ഞാൻ മിനി ടീച്ചറുടെ അടുത്ത് പോയത്. ആ 2 മാസത്തിനുള്ളിൽ ടീച്ചറിനെ കൊണ്ടാകുന്ന രീതിയിൽ ശ്രമിച്ചു. അപ്പോൾ എനിക്കധികം ബേസിക്സ് ഒന്നും അത്ര നന്നായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്കൊരു 259 ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ടോട്ടൽ മാർക്കിനെ ബാധിക്കുകയും എനിക്ക് 4th അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇതെൻ്റെ 5th അറ്റംപ്റ്റ് ആയിരുന്നു. ഈ 5th അറ്റംപ്റ്റിന് ഞാൻ ടീച്ചറിൻ്റെ ഒരു ഫുൾ ടൈം സ്റ്റുഡൻ്റായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തു, ജൂൺ ബാച്ചിൽ. ടീച്ചറിൻ്റെ പേപ്പർ 2 ആണെങ്കിലും 1 ആണെങ്കിലും ടീച്ചറിൻ്റെ നോട്ട്സ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ടീച്ചറിൻ്റെ പേപ്പർ 2 എന്ന് പറഞ്ഞാൽ ലെക്ചർ നോട്ട്സ്, ക്ലാസ് നോട്ട്സ് വളരെ ഭയങ്കര ഹെൽപ്ഫുള്ളാണത്. ടീച്ചർ പറയുന്ന അനോട്ടേഷൻസ് ആകട്ടെ, അതൊക്കെ ഞാനൊരു പേപ്പറിലോട്ട് മാറ്റി എഴുതിയിട്ട് ഞാനത് കണ്ടിന്യൂസ് അത് വായിക്കുമായിരുന്നു. അതുപോലെ ടീച്ചർ തരുന്ന ഓരോ കൊട്ടേഷൻസും അതുപോലെ ക്ലാസ്സിൽ പറയുന്ന ചെറിയ കാര്യം പോലും ഞാൻ എഴുതിയെടുത്ത് അത് ഞാൻ നല്ലപോലെ പഠിക്കുമായിരുന്നു. അങ്ങനെ ഈ വർഷം മാക്സിമം മലയാളം ക്ലാസ്സസ്, ടീച്ചർ തന്ന ക്ലാസ്സസ് യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷം അത്രയും ടൈം കിട്ടിയിരുന്നില്ല. പക്ഷേ ഈ വർഷം പേപ്പർ 1 ആണെങ്കിലും ഫസ്റ്റ് യൂണിറ്റിന് ഒരു പ്രോപ്പർ ബേസിക്സ് എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സിലൂടെ ആ ബേസിക്സും ഇമ്പ്രൂവ് ചെയ്ത് ടീച്ചർ വളരെ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം അതും യൂസ് ചെയ്തിട്ട് ശരിക്കും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റി. ഒരു കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരെയും ചെയ്തു. അത് തന്നെ എനിക്ക് റിസൾട്ടിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാകും. മാത്രമല്ല ടീച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് മീൻസിന് ഒതുങ്ങി പോവില്ല. എപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിലും ടീച്ചറുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഒരുപാട് മെൻ്റലി സപ്പോർട്ട് ചെയ്യുകയും ടീച്ചർ ഒരുപാട് ഇൻപുട്സ് തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇൻ്റർവ്യൂ ആണെങ്കിലും ഓപ്ഷണൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ മലയാളത്തിൻ്റെ റീസെൻറ്റ് ട്രെൻഡ്സ് എന്താണെന്ന് ഇൻ്റർവ്യൂവിന് ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ ഇതൊക്കെയാണ് റീസെൻറ്റ് ട്രെൻഡ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ. അങ്ങനെ ടീച്ചർ ഒരു ത്രൂ ഔട്ട് ഒരു സപ്പോർട്ടായിരുന്നു.